പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടാർഗറ്റ് ഗ്രൂപ്പിന്റെ കരിയർ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ SSLCക്ക് ശേഷം ഇനി എന്ത്. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ +2 ശേഷം നമ്മൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആരാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ SSLCക്ക് ശേഷം ചൂസ് ചെയ്യേണ്ട കോഴ്സ്. ഞാൻ ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ SSLCക്ക് ശേഷം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഓപ്ഷനുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കരിയർ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. പൊതുവെ നമ്മുടെ നാട്ടിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഭൂരിഭാഗം കുറേ കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നു. ഇനി കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ് 5A+, 4A+ ഒക്കെ കിട്ടിയ കുട്ടികളാണെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നു. തീരെ മാർക്ക് കിട്ടാതെ ജസ്റ്റ് പാസ്സായ കുട്ടികളാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കുന്നു. അങ്ങനെ തുടങ്ങിയ കുറേ ട്രെൻഡുകളുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹ്യൂമാനിറ്റീസിനാണ് പോകുന്നത്, സോ ഞാനും ഹ്യൂമാനിറ്റീസിന് പോകട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്താവുന്നു അല്ലെങ്കിൽ എന്താവണം എന്നൊന്നും ഒരു വ്യക്തമായ ഒരു ബോധമൊന്നും ഇല്ലാതെ, ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഫ്രണ്ട്സിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ പാരൻസ് പറഞ്ഞിട്ടോ ഓരോരോ ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്നു. ശരിക്കും അങ്ങനെ ആയാൽ പോരാ. നമുക്ക് വ്യക്തമായ ഒരു കരിയർ പ്ലാൻ വേണം. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ ഒന്നുകിൽ ഇതിന് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കരിയർ എയിം വേണം. കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മളൊരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ നല്ല ടോപ്പ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താനും പറ്റും. നല്ല വ്യക്തമായ ജീവിത വിജയം നമുക്ക് കൈവരിക്കാനും കഴിയും. അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുമ്പ് ഞാൻ ഇതേപോലെ ഒരു കുട്ടിയോട് സംസാരിച്ച സമയത്ത്, മോനെ നിനക്ക് ആരാവണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് കുട്ടി പറയുകയാണ്, എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, റിസർവ് ബാങ്കിന്റെ ഗവർണറോ? എങ്ങനെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറയാണ്, എനിക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവണമെങ്കിൽ ഒന്നെങ്കിൽ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാനേജർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവാൻ കഴിയുമെന്ന് മോന് പറയുകയാണ്. അതേപോലെ തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒന്നും ആവാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പൊ കുട്ടി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ പോലെയോ അല്ലെങ്കിൽ രഘുറാം രാജനെ പോലെയോ ഞാൻ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവാൻ ശ്രമിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയെന്ന് ചോദിച്ചു. ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആള് നമുക്കറിയാം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം എക്കണോമിക്സിൽ PG പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ PG കഴിഞ്ഞു. അതിനുശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിച്ചു. അതിനുശേഷം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടി ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ രഘുറാം രാജന്റെ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, രഘുറാം രാജൻ IIT ബോംബെ, IIT ഡൽഹിയിൽ നിന്ന് BTech കഴിഞ്ഞു. അതിനുശേഷം IIM അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നിന്ന് PGDM പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, അതായത് MBAക്ക് തുല്യമായിട്ടുള്ള PGDM കോഴ്സ് ചെയ്തു. അതിനുശേഷം US അമേരിക്കയിലെ MIT മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് PhD ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായി വരുന്നത്. അപ്പൊ ആ കുട്ടി ഇതൊക്കെ പറഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കരിയർ പ്ലാൻ ഉണ്ട്. എനിക്ക് ഇന്നൊരാളാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വ്യക്തമായ ഒരു കരിയർ പ്ലാൻ വേണം. അപ്പൊ കുട്ടികൾ ചോദിക്കുക, എങ്ങനെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കരിയർ പ്ലാൻ കണ്ടെത്തുക എന്ന് ചോദിക്കും. കരിയർ പ്ലാനിങ് നമുക്ക് ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഒബ്സർവ് യുവർ സെൽഫ്, അതായത് ആപ്റ്റിറ്റ്യൂഡ്. നമ്മളെ സ്വയം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ചില കുട്ടികൾ കാണാം വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. റിപ്പയറിംഗ് സ്കിൽസ്, എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അതൊന്ന് പൊളിച്ചു നോക്കിയാൽ ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ റിപ്പയറിംഗ് സ്കില്ലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു സംശയമില്ല, കുട്ടിക്ക് നല്ല ടോപ്പിൽ വിജയിക്കാൻ പറ്റും. അതേപോലെ വേറെ എക്സാമ്പിൾ പറയാണ്, ചില കുട്ടികളുണ്ടാവും ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങി വീഴുന്ന സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് കണ്ടാൽ തല ഇറങ്ങി വീഴുന്ന സ്വഭാവം ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ മെഡിക്കൽ കോഴ്സുകൾക്ക് MBBS BDS തുടങ്ങിയ കോഴ്സുകൾക്ക് വിട്ടിട്ട് കാര്യമില്ല. അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല. ചില പാരന്റ്സ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്ത് പ്രൈവറ്റിൽ സീറ്റ് വാങ്ങിക്കൊടുക്കും, പക്ഷെ അവർക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതായത് നമ്മുടെ സ്കില്ലുകളെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിൽ കറണ്ട് പോയി ഫ്യൂസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് വയർ കെട്ടാൻ പോലും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിനെ അറിയാത്ത, താല്പര്യം കാണിക്കാത്ത ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നേരെ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്,
ഒബ്സർവ് യുവർ സെൽഫ്. നിങ്ങളെ സ്വയം തന്നെ നിരീക്ഷിച്ചു നോക്കുക. ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം പാരന്റ്സിനും കുട്ടികൾക്കും, പാരന്റ്സിന് എസ്പെഷ്യലി കുട്ടികളുടെ ചെറുപ്പം മുതലുള്ള കഴിവുകൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ, ഓരോ ചെറുപ്പത്തിൽ കുട്ടികൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ പാരന്റ്സിന് ഒരു പരിധി വരെ പറയാൻ പറ്റും ഇന്റെ മോനെ ഇന്ന സ്കില്ലുകളാണുള്ളത്. ചില കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കരിയറുകൾ ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് വേണം കരിയർ ചൂസ് ചെയ്യാൻ. അത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ചില കുട്ടികൾക്ക് എന്നാലും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുക? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത്, നമ്മൾ എന്ത് ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യുന്നത് എന്ത് കാര്യമാണ് എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരുപാട് മെത്തേഡുകളുണ്ട്. കാലിക്കറ്റിൽ സിജി, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, CDAT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് കുട്ടികളുടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടീനെ ഏത് മേഖലയിലാണ് കൂടുതൽ കഴിവുള്ളതെന്ന് കറക്റ്റ് ആയിട്ടൊരു അനാലിസിസ് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒന്നുകിൽ അതേപോലെയുള്ള, അല്ലെങ്കിൽ സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കീഴിൽ തന്നെ മറ്റു ചില ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നോക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചായിരിക്കണം നമ്മൾ കരിയർ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ലേണിംഗ് എബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. ലേണിംഗ് എബിലിറ്റി, പഠിക്കാനുള്ള കഴിവ്, അതുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മാത്തമാറ്റിക്സ് തീരെ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും, മാത്തമാറ്റിക്സ് തട്ടിമുട്ടിയൊക്കെ പാസ്സാവുന്ന കുട്ടികളുണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികൾ പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗിന് കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എഞ്ചിനീയറിംഗിന്റെ ബേസ് എന്ന് തന്നെ പറയുന്നത്, അതായത് 8 സെമസ്റ്ററുകളായിട്ട് മാത്സ് പ്യുവർ ബേസ് ഉള്ള കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് എന്ന കടമ്പ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ, ഒരു സംശയവുമില്ല. അപ്പം ഇത്തരത്തിൽ മാത്സിനോട് ഒരു താല്പര്യമില്ലാത്ത കുട്ടികൾ എഞ്ചിനീയറിംഗ് കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ 8 നില പൊട്ടുക എന്നല്ലാതെ തുടർന്ന് നല്ലൊരു കരിയർ ലഭിക്കാൻ ചാൻസ് ഇല്ല. വേറൊരു എക്സാമ്പിളോട് പറഞ്ഞാൽ പ്ലസ് 2 ജസ്റ്റ് പാസ്സായ കുട്ടികളെ കൊണ്ടുപോയിട്ട് എൻട്രൻസ് റിപ്പീറ്റിന് കൊണ്ടുപോയി ചേർത്തു. ഒന്നുകിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്, അല്ലെങ്കിൽ CA കോച്ചിങ്, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അങ്ങനത്തെ എൻട്രൻസ് കോഴ്സ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് ഫൗണ്ടേഷനൊക്കെ കൊണ്ടുപോയി ചേർത്തു ജസ്റ്റ് പാസ്സായ കുട്ടികൾ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കത് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അതിനെന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ പരിശോധിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവൂ, നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാവൂ. ലേണിംഗ് എബിലിറ്റി, അതെനിക്ക് പഠിക്കാൻ കഴിയോ, അതെനിക്ക് താല്പര്യപൂർവ്വം പഠിക്കാൻ കഴിയോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം അവിടെ പരിഗണിക്കണം. അതേപോലെ മൂന്നാമതായിട്ട് ജോബ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലിയുടെ സ്വഭാവം. ഇപ്പൊ ചില ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഓഫീസിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലിയായിരിക്കും. ചിലർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ജോബ്. ഫുൾ ടൈം ഇങ്ങനെ ഇറങ്ങി നടന്ന് അങ്ങനെ നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ജോലി ശരിയാവില്ല. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ജോലിയാണ് കിട്ടാൻ പോകുന്നത്? ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ, ആളുകളോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കേണ്ട ജോലിയായിരിക്കും. അത്തരത്തിലുള്ള ജോലി, തീരെ മിണ്ടാൻ അറിയാത്ത ഒരു കുട്ടീനെ അത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല, വിജയിക്കൂല, കരിയർ മാറ്റേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ജോബാണ് കിട്ടാൻ പോകുന്നത്, ആ ജോബ് എനിക്ക് മാച്ച് ആവുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങളോടാണ് റെക്കഗ്നിഷൻ ഓഫ് കോഴ്സ് ഓർ ഫ്യൂച്ചർ, അതും കൂടെ നോക്കണം. ഈ പല ന്യൂ ജനറേഷൻ കോഴ്സുകൾ, ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം, അതേപോലെ കോഴ്സിന് മൂല്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കും, ഏറ്റവും നല്ല സ്കോപ്പുള്ള കോഴ്സ് ഏതാണ് സാറേ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് ജോലി കിട്ടുന്ന, കൂടുതൽ ശമ്പളം കിട്ടുന്ന നല്ല സ്കോപ്പുള്ള കോഴ്സ് ഏതാന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ ഈ കോഴ്സുകൾക്ക് എല്ലാ കോഴ്സിനും ഒരേ സ്കോപ്പ് തന്നെയാണുള്ളത്. പക്ഷെ ആ കോഴ്സ് ചെയ്യുന്ന കുട്ടിക്കാണ് സ്കോപ്പ് വേണ്ടത്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ലേണിംഗ് എബിലിറ്റി, അതേപോലെ തന്നെ ജോബ് നേച്ചർ, റെക്കഗ്നീഷൻ ഓഫ് കോഴ്സ്, അതേപോലെ അതിന്റെ ഭാവി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ അടുത്തൊരു പോയിന്റ് ആണ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി. ചില കുട്ടികൾക്ക് ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ചില കുട്ടികൾക്ക് പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇന്ത്യയിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് ഇന്ന് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 39 ലക്ഷം മുതൽ 42 ലക്ഷം രൂപ വരെ ചെലവാണ് പൈലറ്റ് ട്രെയിനിങ്ങിന്. അതായത് പൈലറ്റ് ലൈസൻസ് എടുക്കണമെങ്കിൽ അതിന്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എനിവേ 42 ലക്ഷം രൂപ ചെലവുള്ള ഈ കോഴ്സ് എനിക്ക് എന്റെ പാരന്റ്സിന് താങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഫിനാൻഷ്യൽ കപ്പാസിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എനിവേ നമുക്ക് അതേപോലെ തന്നെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന എറേഴ്സുകളാണ് പാരന്റൽ പ്രഷർ.
പാരന്റ്സ് ഫോഴ്സ് ചെയ്തിട്ട് ചിലയിടത്തൊക്കെ ഉള്ള ഒരു ഇഷ്യൂസ് ആണത്. പാരന്റ്സ് ഫോഴ്സ് ചെയ്യും, അപ്പുറത്തെ വീട്ടിലെ മോന് പിന്നെ ഡോക്ടർ ആവാൻ പോകും, MBBS പഠിക്കുന്നത്, സോ എന്റെ മോനും MBBS അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് MBBS ഇല്ലാത്ത കുറെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് MBBS അഡ്മിഷൻ എടുക്കും. ആ കുട്ടിക്ക് ഇത് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കില്ല. നേരത്തെ തന്നെ പറഞ്ഞു. അതേപോലെ ഫ്രണ്ട്സ്, പിയർ പ്രഷർ. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിനാണ് പോകുന്നത്, സോ ഞാനും കമ്പ്യൂട്ടർ സയൻസിന് പോകട്ടെ. അത് പറ്റത്തില്ല. നമ്മൾ സ്വയം നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെയുണ്ട് ചില കുട്ടികൾ. അതേപോലെ തന്നെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇന്ന കോഴ്സിനാവണം, സോ ഞാനും അതിന് പോട്ടെ. അത് ശരിയാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എററുകളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി 10th ശേഷമുള്ള കരിയർ ഓപ്ഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എല്ലാ ഓപ്ഷൻസും നമുക്ക് പരിഹരിക്കാം, എല്ലാ ഓപ്ഷൻസും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കേരള ഹയർ സെക്കൻഡറി. കേരള ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ 10ാം ക്ലാസ് കഴിയുന്ന ഭൂരിഭാഗം കുട്ടികളും ചൂസ് ചെയ്യുന്നത് കേരള ഹയർ സെക്കൻഡറി ഓപ്ഷനാണ്. കേരള ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് അതിൽ നമുക്കറിയാം കോമൺ ആയിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 സ്ട്രീമുകളിലായിട്ട് ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. സയൻസിൽ 9 സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്, കൊമേഴ്സിൽ 4 ഉണ്ട്, ഹ്യൂമാനിറ്റീസിൽ 32ഓളം കോമ്പിനേഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ സയൻസിലുള്ള കോമ്പിനേഷൻസ് നോക്കൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി കോമ്പിനേഷൻ. ഒരുവിധം എല്ലാ സ്കൂളും നമ്മുടെ പരിസരത്തൊക്കെയുള്ള എല്ലാ സ്കൂളുകളിലുള്ള കോമ്പിനേഷൻ ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി കോമ്പിനേഷൻ. അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, ബയോളജി, സൈക്കോളജി, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അങ്ങനെ ഇത്തരത്തിലുള്ള 9 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം കേരള ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രവേശനം സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ്. ഒരു ജില്ലയിലേക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മതി. നമുക്ക് 50 ഓപ്ഷൻസ് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളെ പത്രമാധ്യമങ്ങൾക്കൊക്കെ നിങ്ങൾ അറിയുന്നതാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. ഏതായാലും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയർ ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതേപോലെ കൊമേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്സ് എന്ന് തുടങ്ങിയിട്ടുള്ള 4 ഓപ്ഷൻസ് കൊമേഴ്സിലും അവൈലബിൾ ആണ്. ഹ്യൂമാനിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. അറൌണ്ട് 32ഓളം ഓപ്ഷൻസ് ഹ്യൂമാനിറ്റീസിൽ അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള ചില ഓപ്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം, ഈ സബ്ജക്ട് കോമ്പിനേഷൻസ് എല്ലാം തന്നെ എല്ലാ സ്കൂളിലും അവൈലബിൾ ആവില്ല. ഓരോ സ്കൂളിലും ഓരോ സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ടാവുക. അത് നമ്മൾ ഈ ഏകജാലക സംവിധാനത്തിന്റെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിന്റെ പ്രോസ്പെക്ടസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോമ്പിനേഷൻ ആണെന്ന കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അറൌണ്ട് ഒരു 32ഓളം കോമ്പിനേഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ കോമൺ ആയിട്ടുള്ള 26 കോമ്പിനേഷൻസ് ആണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ആവർത്തിക്കാണ്. നമ്മൾ +2 ശേഷം ഏത് കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ഇതിന് ശേഷം ഈ ഓപ്ഷൻസിന് ശേഷം ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ അടുത്ത വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിന് പോകുന്നു, അതുകൊണ്ട് ഞാനും ഇതിന് പോകട്ടെ, എനിക്ക് കമ്പനിക്ക് ഒരാളാവില്ല, അതല്ല നോക്കേണ്ടത്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും കരിയറൊക്കെ നോക്കിയിട്ട് വേണം ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ. അതേപോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് VHSC. അതും നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിൽ കൂടിയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു കൈത്തൊഴിൽ കൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് VHSCയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഹയർ സെക്കൻഡറി പ്ലസ് ഒരു ജോലി, ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ഡിപ്ലോമ കോഴ്സ് പഠിപ്പിച്ചിട്ട് ഒരു ജോലി കൂടെ കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് VHSC കോഴ്സുകൾ ഇന്ന് നിലവിലുള്ളത്. അത് നമ്മുടെ അടുത്ത് എല്ലാ സ്കൂളുകളിലൊന്നുമില്ല, ജില്ലയിൽ കുറച്ച് സ്കൂളുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VHSC ഹയർ സെക്കൻഡറി ആയിട്ടുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ VHSCക്ക് 3 പാർട്ടാണ്. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാ കുട്ടികൾക്കും കമ്പൾസറി ആണ്. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാ കുട്ടികൾക്കും കമ്പൾസറി ആണ്. പാർട്ട് 1 ഇംഗ്ലീഷ് ആണ്. പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ സബ്ജക്ട്. ഒരുപാട് കോമ്പിനേഷൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ അടുത്ത പേജിൽ അത് കാണിക്കാം. അതേപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ പാർട്ട് 2 പഠിക്കാനുണ്ട്. പാർട്ട് 3 നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 4 സബ്ജക്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എല്ലാവർക്കും കമ്പൾസറി ആണ്. പാർട്ട് 3യിൽ നിന്ന് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതാണ് VHSCയുടെ ഒരു പാറ്റേൺ. നമുക്ക് VHSCയിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിൽ ചിലതൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള കോഴ്സുകളുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിപ്ലോമ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചില കുട്ടികളുണ്ടാവും പ്രാരാബ്ദങ്ങൾ കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ VHSC ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു ജോബും കൂടെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിപ്ലോമ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സാലറിയിലൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്.
ഓട്ടോമൊബൈൽ ടെക്നോളജി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഗ്രാഫിക് ഡിസൈന്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഡെന്റൽ ടെക്നോളജി, MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അത്യാവശ്യം നല്ല സ്കോപ്പുള്ളത് തന്നെയാണത്. MLT കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാബുകൾ ഉള്ളതുകൊണ്ട് നല്ല ജോലി സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഫിസിക്കൽ എഡ്യൂക്കേഷന്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഡയറി ടെക്നോളജി, അക്വാകൾച്ചർ, മറൈൻ ടെക്നോളജി, കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി തെറാപ്പി, അങ്ങനെ ഒരുപാട് അറൗണ്ട് 30ഓളം തന്നെ എന്തുണ്ട് ഓപ്ഷൻസ് ഇന്ന് VHSCയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു പുതിയ പാഠ്യപദ്ധതി പ്രകാരമൊക്കെ പരിഷ്കരിച്ചിട്ടാണ് ഇന്ന് നിലവിൽ ഈ സിലബസ് ഓടുന്നത്. അപ്പൊ ഇതാണ് 10th ശേഷം കുട്ടികൾക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ VHSC. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി. ഇത് ചില കുട്ടികളൊന്നും ചിലപ്പോൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ടെക്നിക്കൽ ഹൈസ്കൂളുകളുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് തന്നെയാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി. ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ്, 2 ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പ്. ഇങ്ങനെ 2 ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക് സിസ്റ്റം, ഇവിടെ അതിന് പകരം ബയോളജി പഠിപ്പിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. ഇങ്ങനെ 2 ഓപ്ഷനുകളാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. IHRDയുടെ കീഴിലാണ് ഇവരുടെ അഡ്മിഷന് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനും ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ കുട്ടികൾക്ക് പിന്നെ നോക്കാവുന്നതാണ്. അതേപോലെ അടുത്തത് വരുന്നതാണ്. അപ്പോൾ 3 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തെ ഒരു ഓപ്ഷനാണ് ITIകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ITI പല കുട്ടികളും ചിലരൊക്കെ കേട്ടുന്ന ചിലവർക്ക് അതൊന്നും വലിയൊരു കാര്യമായിട്ട് കാണാറില്ല. എല്ലാവരും +2 തന്നെ പോയിക്കോളും നിർബന്ധമല്ല. അപ്പൊ മാർക്ക് കുറഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ITI നല്ലൊരു ഓപ്ഷനാണ്. കുറഞ്ഞ ഫീസിൽ നല്ലൊരു തൊഴിൽ പഠിച്ചെടുക്കാം. അപ്പം അതിൽ തന്നെ മെട്രിക് ആൻഡ് നോൺ മെട്രിക് ട്രേഡ്സ് ഉണ്ട്. മെട്രിക് ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC പാസ്സായ കുട്ടികൾക്കുള്ളതാണ് മെട്രിക് ട്രേഡ്സ്. നോൺ മെട്രിക് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ SSLC ഫെയിൽ ആയ കുട്ടികൾക്കുള്ള ഓപ്ഷനാണ് നോൺ മെട്രിക് ട്രേഡ്സ്. അതിൽ ഒരുപാട് കോഴ്സ് ഉണ്ട്. ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, ഡീസൽ മെക്കാനിക്, ഓട്ടോമൊബൈൽ, സർവേയർ, പ്ലംബർ, സിവിൽ, ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, ഒരുപാട് കോഴ്സുകളുണ്ട്. 2 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സുകളുണ്ട്, 1 വർഷം കോഴ്സ് ഉണ്ട്, 6 മാസത്തെ കോഴ്സുകളൊക്കെ ITയിൽ അവൈലബിൾ ആണ്. കുറഞ്ഞ ഫീസ് കൊടുത്തുകൊണ്ട് ഒരു ജോലി പഠിച്ചെടുക്കാം. ആ ജോലി പഠിച്ചെടുത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ കാണാം, ഈ ഓട്ടോമൊബൈൽ ITI ഒക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക്ഷോപ്പിലൊക്കെ നിന്ന് പണിയെടുത്ത് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി പിന്നെ സ്വന്തമായിട്ട് ഒരു ഓട്ടോമൊബൈൽ യൂണിറ്റിനെ തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ആ രീതിയിൽ വിജയം കൈവരിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകളൊക്കെ ആലോചിച്ചാക്കാവുന്നതാണ്. അതായത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം കൂടുതൽ പഠിക്കാനും അതേപോലെ തന്നെ വലിയ മേഖലയൊക്കെ പിന്നെ കൂടുതൽ കുറെ പഠിച്ച് വലിയ അങ്ങനെ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ITIകൾ ചൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പിന്നെ കാലിക്കറ്റിലെ തിരുവമ്പാടി, നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവമ്പാടി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ITIകൾ, ഗവൺമെന്റ് ITIകൾ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ITIകളും ഇന്ന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളിടെക്നിക് ആണ്. 10th കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് പോളിടെക്നിക്. നമ്മുടെ നാട്ടിൽ ഇന്ന് പൊതുവെ പോളിടെക്നിക്കിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ വിദ്യാർത്ഥികളും പോളിടെക്നിക്കിലേക്ക് പോകാനുള്ളത്. ഈ പോളിടെക്നിക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അഥവാ ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ ഡിപ്ലോമ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ ഡിപ്ലോമ കോഴ്സാണ് പോളിടെക്നിക് പഠിപ്പിക്കുന്നത്. പോളിടെക്നിക്കിൽ യഥാർത്ഥ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആണ് പോളിടെക്നിക്കിലേക്കുള്ള പ്രവേശന യോഗ്യത. 10ാം ക്ലാസ് മാർക്കിന്റെ ബേസിലാണ് പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഭൂരിഭാഗം കുട്ടികളും +2 കഴിഞ്ഞതിന് ശേഷമാണ് പോളിടെക്നിക്ക് പോകുന്നത്. അത് പിന്നെ കുട്ടികളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് കുറച്ചുകൂടെ സബ്ജക്റ്റ് ഒക്കെ ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് പോകാന്നുള്ള അർത്ഥത്തിലാണ് കുട്ടികൾ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കോഴ്സാണ്, പിന്നെ 6 സെമസ്റ്ററുകളായിട്ട് പഠിക്കുന്നത്. പോളിടെക്നിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ടൂൾ ആൻഡ് ഡൈ ഡിപ്ലോമ പ്രോഗ്രാം. വളരെ പിന്നെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ്. ഈ കോഴ്സിന് 3 വർഷത്തെ കോഴ്സിന് പുറമെ 1 ഇയർ പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ, ഒരു ട്രെയിനിങ് കൂടെ അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടൂൾ ആൻഡ് ഡൈ പ്രോഗ്രാമിന് മാത്രം 4 വർഷം വരും. പിന്നെ ഈ പോളിക്കാർക്കുള്ള വേറൊരു ഓപ്ഷൻ, പോളിടെക്നിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഇന്ന് BTech എഞ്ചിനീയറിംഗിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തതിന് ശേഷം എൻട്രൻസ് കഴിഞ്ഞിട്ട് BTech ഫസ്റ്റ് ഇയറിലേക്ക് പ്രവേശനം കൊടുക്കും. പോളിടെക്നിക് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോളി കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി, BTech ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അഥവാ ഒരു എൻട്രൻസ് പരീക്ഷ നടത്തിയിട്ട് ടോപ്പിലെത്തുന്ന കുട്ടികൾക്ക് BTech സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശനം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പൊ പോളി ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരു കുട്ടിക്ക് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേരാം. സെക്കൻഡ് ഇയറിലേക്ക് നേരെ അഡ്മിഷൻ കിട്ടുന്ന ഓപ്ഷനാണ് BTech ലാറ്ററൽ എൻട്രി സ്കീം. അതായത് നമുക്ക് കുറച്ച് വർഷങ്ങൾ അവിടെ ലാഭിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ 10th കഴിഞ്ഞ് പോളി കഴിഞ്ഞ് 3 വർഷത്തെ പോളി കഴിഞ്ഞാൽ
നേരെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ITI ഞാൻ നേരത്തെ പറഞ്ഞ ITI VHSC കോഴ്സ് ഒക്കെ ചെയ്ത കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പിന്നെ പോളിടെക്നിക്കുകളിൽ എന്തുണ്ട്, സ്പെഷ്യൽ റിസർവേഷനും അവൈലബിൾ ആണ്. അറൌണ്ട് 23ഓളം കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചുണ്ട് ഞാൻ അവിടെ കൊടുത്തു. ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അത് എഞ്ചിനീയറിംഗിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അന്നേരം അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ്, ഇപ്പൊ നമ്മൾ ITI പറഞ്ഞു, അതിന് ശേഷം പോളിടെക്നിക് പറഞ്ഞു, അടുത്തൊരു ഓപ്ഷനാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇത് ചില കുട്ടികളൊന്നും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം. ഇത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ള പിന്നെ കേരളത്തിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, FCIs അറൌണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ 12 സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ലാതെ പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഇവിടെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കോഴ്സാണ് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ. അതായത് എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിച്ചു വെക്കാനും അതിന്റെ പ്രൊഡക്ഷനും മറ്റൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നത്. 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സിൽ തന്നെ 9 മാസത്തെ തിയറി ക്ലാസ്സും 3 മാസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സും ഉൾപ്പെടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉൾപ്പെടെയാണ് ഈ കോഴ്സ് വരുന്നത്. അതും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ 12ഓളം സ്ഥാപനങ്ങൾ ഇന്ന് ഗവൺമെന്റ് നേതൃത്വത്തിൽ തന്നെ വലിയ ഫീസൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഈ കോഴ്സുകളൊക്കെ ചെയ്താൽ ഞാൻ പറഞ്ഞു അത്ര വലിയ സാലറിയിൽ വലിയ ജോബ് കിട്ടുന്നല്ല, പക്ഷെ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനും മറ്റൊന്നും പ്രയാസമില്ലാത്ത രീതിയിലേക്ക് ഇത്തരം കോഴ്സുകളൊക്കെ ചിലപ്പോൾ സഹായകരമായേക്കാം. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ ഓപ്ഷൻസും അത്ര പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, പല കുട്ടികളും കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, പ്രൈവറ്റ് സെക്രട്ടറി, അതായത് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതേപോലെ തന്നെ പ്രിൻസിപ്പൽമാർക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ ആയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. അത് കേരളത്തിലെ നിലവിൽ 17 സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ തന്നെ 2 സ്ഥാപനങ്ങളിൽ, കൊയിലാണ്ടിയിലും കലാച്ചിയിലുമുള്ള ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഇതിലേക്കും അഡ്മിഷൻ കൊടുക്കുന്നത് 10ാം ക്ലാസ് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. 2 വർഷത്തെ കോഴ്സാണ്, കുറഞ്ഞ ഫീസ് നിരക്കേ ഉള്ളൂ. കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PSC വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്. അതേപോലെ ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സിപ്പറ്റ്. അതും അത്ര കോമൺ ഒന്നല്ല, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. സിപ്പറ്റ് ഇതൊരു കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് സിപ്പറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും 10th പഠിപ്പിക്കുന്ന 2 കോഴ്സാണ് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി. ഈ 2 കോഴ്സുകളാണ് 10th കഴിഞ്ഞതിന് ശേഷം നേരെ അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ അവർ പ്രത്യേകം എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നു. JEE എന്നാണ് എൻട്രൻസ് ടെസ്റ്റിന്റെ പേര്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ ടോപ്പിലെത്തുന്ന കുട്ടികൾക്കാണ് പ്രവേശനം കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് സിപ്പറ്റ് സെന്റേഴ്സുകൾ ഉണ്ട്. 3 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, ഹൈദരാബാദ്, മൈസൂർ, ഡെറാഡൂൺ, ജയ്പൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സിപ്പറ്റിന്റെ സ്റ്റഡി സെന്ററുകളും അവൈലബിൾ ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു തൊഴിലൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളും നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഞാൻ 10th ശേഷമുള്ള ഒരു കുട്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു +2 ശേഷം നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ 10th ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ +2 ശേഷമുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഇന്ന രീതിയിലേക്കൊക്കെ എനിക്ക് എന്റെ താല്പര്യത്തിനനുസരിച്ച് ഇന്ന ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ പിന്നെ പറ്റൂല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കോമൺ ആയിട്ടുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതില് മെഡിക്കൽ മേഖലയിൽ നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് MBBS BDS പ്രവേശനത്തിന് വേണ്ടി രാജ്യത്തെ മൊത്തം മെഡിക്കൽ കോളേജിലേക്ക്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, എയിംസ്, ജിപ്മർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് നടക്കുന്ന പ്രവേശന പരീക്ഷ, എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അതിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്,
അതേപോലെ ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ, കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് നീറ്റ്. ഇതിന് വേണ്ടത് നമ്മൾ +2 സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് ബയോളജി ഉള്ള കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്ന കോമ്പിനേഷൻ ആയിരിക്കണം ഈ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതിൽ ഈ എയിംസ്, ജിപ്മർ എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളാണ്. MBBS പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2 സ്ഥാപനങ്ങളാണ് എയിംസും അതേപോലെ തന്നെ ജിപ്മറും. നേരത്തെ 9 എയിംസുകളിലായിരുന്നു, പുതിയ 6 എയിംസ് കൂടെ വന്ന് ഇപ്പോൾ 15 എയിംസിലായിട്ട് 1100ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. ജിപ്മർ അതേപോലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പോണ്ടിച്ചേരിയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കരായ്ക്കൽ എന്ന് പറഞ്ഞ 2 ക്യാമ്പസിലുമായിട്ട് 200ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ ആർമിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഇത്തരത്തിലുള്ള ഈ പ്രീമിയർ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS പഠിക്കാൻ നിലവിലെ അവസ്ഥ പ്രകാരം അത്യാവശ്യം നല്ല ചെലവുള്ള കോഴ്സാണ് MBBS. നമ്മൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു കുട്ടിക്ക് നീറ്റ് പരീക്ഷ എഴുതി MBBSന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 25,000 രൂപയാണ്. ഗവൺമെന്റ് സീറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ 50% ഗവൺമെന്റ്, 30% മാനേജ്മെന്റ്, അതേപോലെ തന്നെ 35% മാനേജ്മെന്റ്, 15% NRI കോട്ട. അത് ഓരോ വർഷം മാറി മാറി വരാറുണ്ട്. ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് സീറ്റിന് തന്നെ പെർ ഇയർ 5 lakh 5 ലക്ഷം വരെ കോഴ്സിന് വരുന്നുണ്ട്. 5 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ 25 ലക്ഷം രൂപ ചെലവ് വരും. അതേപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ NRI കോട്ടയിലെ സീറ്റ് നിങ്ങൾ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വർഷത്തേക്ക് 20 ലക്ഷം രൂപ വരെ MBBSന് ഈടാക്കുന്നുണ്ട്. അതായത് 5 വർഷത്തെ MBBS കോഴ്സിന് 1 കോടി രൂപയാണ് ചെലവ് വരുന്നത്. അതേസമയം എയിംസ്, ജിപ്മർ, AFMC പോലെയുള്ള സ്ഥാപനങ്ങൾ പോയി നോക്കി. AFMCയിലാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും പഠിക്കാൻ ചെലവില്ല, പൈസ സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തരും. പക്ഷേ ഒരുപാട് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് AFMCയിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്. അതേപോലെ എയിംസ്, ജിപ്മർ പോലെയുള്ള കോഴ്സുകളിലാണെങ്കിൽ, എയിംസിലാണെങ്കിൽ മൊത്തം ചെലവ്, ഒരു വർഷത്തേക്കുള്ള ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയിൽ കൂടില്ല. ഞാൻ ഈ പറഞ്ഞ 1 കോടി രൂപ വരുന്ന ഈ MBBS കോഴ്സിന് എയിംസിൽ മൊത്തം നമ്മളൊരു 5 വർഷത്തേക്ക് പഠിക്കുകയാണെങ്കിൽ 25,000 രൂപയെ ചെലവ് വരുള്ളൂ. അതേപോലെ ജിപ്മറിലെ ഫീസും 1250 ഒക്കെയാണ് ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസായിട്ട് അവർ ഈടാക്കുന്നത്. അത്രയും കുറഞ്ഞ ഫീസ് നിരക്കിലാണ്. ഈ കുറഞ്ഞ ഫീസ് നിരക്ക് എന്ന് മാത്രമല്ല, MBBS പഠിക്കാൻ ഇപ്പൊ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു ഓപ്ഷനാണ് ഈ എയിംസും അതേപോലെ തന്നെ ജിപ്മർ, AFMC പോലെയുള്ള സ്ഥാപനങ്ങൾ. അതേപോലെ തന്നെ നീറ്റ് വഴി കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്ന കോഴ്സുകൾ MBBS, BDS ഡെന്റല്, BHMS ഹോമിയോപ്പതി, BUMS യുനാനി, BAMS ആയുർവേദ, BSMS സിദ്ധ, BBSc ആൻഡ് AH വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, BSc ഫോറസ്ട്രി, BSc അഗ്രികൾച്ചർ, BFSC ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ്, BPharm ബാച്ചലർ ഓഫ് ഫാർമസി. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ എൻട്രൻസ് വഴിയാണ് പിന്നെ കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. അതിന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷനാണ് പഠിക്കേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല, അടുത്ത ഒരു സെഷനിൽ നമുക്ക് ആവാം. ഇത് ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം 10th ശേഷമുള്ള ഓപ്ഷൻസിനെ കുറിച്ച്. അടുത്ത അതേപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന അടുത്തൊരു ഓപ്ഷനാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫീൽഡിലേക്ക് BSc നഴ്സിംഗ്, BSc ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, BSc ഇൻ ഡയാലിസിസ് ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, BSc BSLP ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് തുടങ്ങിയ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ആവാൻ പറ്റില്ല, പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക്, എസ്പെഷ്യലി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ പുറമെയുള്ള രാജ്യങ്ങളിലേക്കോ പോവുകയാണെങ്കിൽ നല്ല ടോപ്പ് സാലറിയിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇന്നും അവൈലബിൾ ആണ്. അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിന്റെ എക്സാം എഴുതി നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഖത്തറാണെങ്കിൽ MOH, ഹാദ് എന്ന് തുടങ്ങിയ ഹെൽത്ത് മിനിസ്ട്രിന്റെ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നല്ല ടോപ്പ് സാലറിയിൽ ജോലി ലഭിക്കും. എസ്പെഷ്യലി പെൺകുട്ടികൾക്കൊക്കെ താല്പര്യപൂർവ്വം പെട്ടെന്നൊരു ജോബൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 4 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതാണ്. ഇതിന് എൻട്രൻസ് പരീക്ഷയില്ല, വേണ്ടത് +2 സയൻസ് ഗ്രൂപ്പിൽ നല്ല മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% മുകളിലെങ്കിലും മാർക്ക് കിട്ടി കഴിഞ്ഞാലേ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതിലെല്ലാ കോഴ്സും അത്ര സ്കോപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താല്പര്യം മറ്റൊക്കെ നോക്കി നല്ല ഒരു പാരാമെഡിക്കൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടോപ്പ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താവുന്നതാണ്.
അതേപോലെ അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിന് പൊതുവേ നാട്ടിൽ പറയുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ആർക്കും ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അത് തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തെ എഞ്ചിനീയർമാരില്ലാതെ ഒരു പണിയും നടക്കുന്നില്ല. ഇപ്പൊ സിവിൽ കൺസ്ട്രക്ഷൻ മേഖല നിന്നു, എഞ്ചിനീയർമാരില്ലാതെ കൺസ്ട്രക്ഷൻ മേഖല മുന്നോട്ട് പോകില്ല. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും എഞ്ചിനീയർമാർക്ക് അതിൻ്റെതായ വാല്യൂയും അതേപോലെ തന്നെ അതിൻ്റെതായ സ്കോപ്പ് ഇന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് അറിയാത്ത കുട്ടികൾ പോയി എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8 നില തോൽവി അറിയാന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് നല്ലൊരു ജോബ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പയറിംഗ് സ്കില്ലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയോടൊക്കെ താല്പര്യമുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നോ ഡൗട്ട് നല്ല ടോപ്പ് സാലറിയിൽ നല്ല ജോബ് ഉറപ്പാണ്. രാജ്യത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. നിലവിൽ 23 IIT-കൾ, 20 IIT-കളും IIT-ന്റെ അതേ സ്റ്റാറ്റസ് ഉള്ള 3 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 23 IIT-കൾ ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, പാലക്കാട് IIT ഉണ്ട്. അതാണ് രാജ്യത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനം. അതേപോലെ രണ്ടാമത്തെ വരുന്നതാണ് NIT-കൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, നമ്മുടെ തൊട്ടടുത്ത് REC NIT. അതേപോലെ IITs ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്, വല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, BIT, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്. കേരളത്തില് പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, വളരെ കുറഞ്ഞ ഫീസിൽ ക്വാളിറ്റിയോട് കൂടി പഠിക്കാൻ പറ്റും. അതേപോലെ CFTIs, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാടുണ്ട്. ഞാൻ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എയിം ചെയ്യേണ്ടത് IIT-കളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. അത് പറയാനുള്ള കാരണമല്ല, ഓരോ വർഷവും IIT-കളുടെ പ്ലേസ്മെന്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് IIT-യിൽ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം. അതായത് രാജ്യത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമാണ് IIT-കൾ. അതുകൊണ്ട് തന്നെ നല്ല പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ഓരോ കമ്പനിയും ഓഫർ കൊടുക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. 1,25,00,000 വരെ ഫേസ്ബുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ബോംബെ IIT-യിൽ പഠിച്ച ഒരു ഗേൾ സ്റ്റുഡന്റിന് ഓഫർ ചെയ്യേണ്ടായി. പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ മനോരമ പത്രത്തിൽ തന്നെ വന്നിരുന്നു, IIT-കളിൽ കോടികളുടെ കിലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു IIT-യിൽ നിന്ന പ്ലേസ്മെന്റിനെ കുറിച്ച്. ചില പാരന്റ്സ് ഒക്കെ അത് വായിച്ചിട്ടുണ്ടാവും. എനിവേ, അതേപോലെ തന്നെ അതിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ വഴിയാണ് മിക്ക എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ഇന്ന് അഡ്മിഷൻ കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. JEE മെയിൻസ് ഉണ്ട്, JEE അഡ്വാൻസ്ഡ് ഉണ്ട്. JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡിലേക്കുള്ള യോഗ്യത റൗണ്ടാണ്. JEE അഡ്വാൻസ്ഡിന്റെ റാങ്ക് വെച്ചിട്ടാണ് IIT-കളിലേക്ക് പ്രവേശനം കൊടുക്കുന്നത്. JEE മെയിൻസിന്റെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് NIT-കളിലേക്ക് പ്രവേശനം കൊടുക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളോട് കൊടുത്തിട്ടുണ്ട്: മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ എന്ന് തുടങ്ങി ഒരുപാട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. ഓരോ കുട്ടിയുടെയും താല്പര്യത്തിനനുസരിച്ച് താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, എഞ്ചിനീയറിംഗിന് മാത്സ് ഉള്ള +2 ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ വേറൊരു കാര്യം, എഞ്ചിനീയറിംഗ് മെഡിക്കൽ രംഗത്തൊക്കെയുള്ള എൻട്രൻസിന് അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ നല്ല ചിട്ടയായ പരിശീലനം കൊടുക്കുന്ന, എൻട്രൻസ് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. അത്തരത്തിലുള്ള ചിട്ടയായ പരിശീലനത്തോടൊപ്പം നല്ല ഹാർഡ് വർക്കിംഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ +2ന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ എയിംസ്, അതേപോലെ തന്നെ ജിമ്മർ പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ, IIT NIT പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കൊക്കെ പ്രവേശനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. +2ന് ശേഷം പിന്നെ ചൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മേഖലയാണ് ഡിസൈനിങ് മേഖല. ഇത് ഈ അടുത്ത് തന്നെ വളരെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഡിസൈനിങ് മേഖലയിലുള്ള BDES എന്ന് പറയുന്ന ഒരു കോഴ്സ്, ബാച്ചിലർ ഓഫ് ഡിസൈൻ. BDES പഠിക്കുന്ന സ്ഥാപനങ്ങളൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് NID DAT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അഹമ്മദാബാദിലുള്ള DAT. ഈ BDES എന്ന് പറയുന്ന കോഴ്സ് ഡിസൈനിങ് നിങ്ങൾക്ക് അറിയാലോ. NID അഹമ്മദാബാദിൽ അറൌണ്ട് 12 ടൈപ്പ് ഓഫ് ഡിസൈനിങ് കോഴ്സ്: ഫുട്വെയർ ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, മാനുഫാക്ചർ ഡിസൈനിങ്, അപ്പാരൽ ഡിസൈനിങ്, സെറാമിക് ഡിസൈനിങ് എന്ന് തുടങ്ങി എന്തും, ഗ്രാഫിക് ഡിസൈനിങ് പഠിപ്പിക്കുന്ന കോഴ്സാണ് BDES, ബാച്ചിലർ ഓഫ് ഡിസൈനിങ്. അത് 3 IIT-കളും ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 3 ഈ വർഷം, 1 പുതുവെ ഹൈദരാബാദ് IIT കൂടെ വന്നിട്ടുണ്ട്. ബോംബെ IIT, ഗുവാഹത്തി, അതേപോലെ ഹൈദരാബാദ്, ജബൽപൂർ, ഈ 4 IIT-കൾ പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ഒരു കോഴ്സും കൂടെയാണ് BDES കോഴ്സ്. അതിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ് UCED, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഇൻ ഡിസൈൻ. അതേപോലെ അഹമ്മദാബാദ് NID-യിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ് DAT, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
അപ്പോൾ ഇത്തരത്തിലുള്ള എൻട്രൻസ് ഒക്കെ പരീക്ഷ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്ത് ഡിസൈനിങ് ഈ BDS കോഴ്സിനൊക്കെ ചേരാവുന്നതാണ്. മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്താണ് ഈ കോഴ്സിന്റെ ഒരു ഇത് മനസ്സിലാക്കാൻ. ഇതിന് നമുക്ക് അത്ര ഇൻഡെപ്ത് തിയററ്റിക്കൽ നോളജ് അല്ല വേണ്ടത്. നമുക്ക് നല്ല സ്കില്ല് വരക്കാനും അതേപോലെ ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ലാണ് ആവശ്യം. മുമ്പ് ടാർഗറ്റിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി പ്ലസ് 2 അത്ര ടോപ്പ് സ്കോറിലൊന്നല്ല കുട്ടി പാസ്സായിട്ടുള്ളത്. അറൗണ്ട് 85% കുട്ടിക്കാരും പാസ്സായിരുന്നത്. പക്ഷെ ആ കുട്ടി ഈ UCയുടെ എൻട്രൻസ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് ഇന്ന് IIT ജബൽപൂരിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് കഴിഞ്ഞാൽ നല്ല വരക്കാനും മറ്റൊക്കെ സ്കില്ലുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവനവന്റെ അഭിരുചി മനസ്സിലാക്കി അതിന് ഉതകുന്ന കോഴ്സുകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ഇന്ന് IITDM ജബൽപൂരിൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ് NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ NIFTയുടെ സ്ഥാപനമുണ്ട്. അവിടെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് ടെക്സ്റ്റൈൽ ഡിസൈനിങ് ആണ്. കണ്ണൂർ NIFTയിൽ പഠിക്കുന്നത്. ഇത് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഡിസ്കസ് ചെയ്യാനുള്ള സ്ഥാപനം. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷനാണ് റിസർച്ച് മേഖല. റിസർച്ച് മേഖലയിൽ നമുക്ക് പരിചയപ്പെടുത്താവുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ഐസറും അതേപോലെ തന്നെ IIC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മൊത്തം 7 ക്യാമ്പസ് ആണല്ലോ. അവിടെ പഠിക്കുന്നത് BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. 5 വർഷത്തെ ഡിഗ്രിയും PGയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. റിസർച്ച് തലത്തിലേക്കൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് ഐസറുകൾ. ഐസറിലേക്കുള്ള അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് മുഖേനയാണ്. ഒന്നുകിൽ ഐസർ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ KVP പോലുള്ള എക്സാമുകളൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐസറിലേക്ക് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. അതേപോലെ തന്നെ IIC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതിലേക്കും ഈ KVP ഫെലോഷിപ്പ് വഴിയോ അല്ലെങ്കിൽ JEE നീറ്റ് സ്കോർ വരെയുള്ള പരീക്ഷയുടെ റിസൾട്ട് ബേസ് ചെയ്തിട്ടൊക്കെയാണ് IICയിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. റിസർച്ച് മേഖലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് IICs. അതേപോലെ അതിലേക്ക് രണ്ടിനും സഹായകരമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. ഇതിന് 3 സ്ട്രീം ഉണ്ട്: SA, SX, XB. അതായത് നിങ്ങൾക്ക് ഈ പരീക്ഷ +1 നിന്നോ +2 നിന്നോ അല്ലെങ്കിൽ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലയളവിലോ ഈ പരീക്ഷ എഴുതാവുന്നതാണ് KVPY. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഫെലോഷിപ്പാണ്. സയൻസ്, ഇന്ത്യയിലെ ശാസ്ത്ര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലാത്ത പ്യുവർ സയൻസ് ശാസ്ത്ര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി +1 ഈ പരീക്ഷ എഴുതി KVPY ഫെലോഷിപ്പിന് യോഗ്യത നേടിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ യോഗ്യത നേടിക്കഴിഞ്ഞാൽ കുട്ടി ഇന്ത്യയിലെ ഏത് അംഗീകൃത എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ സാധാരണ ഒരു BSc ഡിഗ്രി കോഴ്സിന് ചേരുകയാണെങ്കിൽ ഓരോ മാസവും 5,000 rupees, 5,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഒരു വർഷം ആനുവൽ ഗ്രാൻഡ് ആയിട്ട് 20,000 രൂപയും ലഭിക്കും. അങ്ങനെ 3 വർഷം വരെ. അത് കഴിഞ്ഞിട്ട് PGക്ക് ചേരുന്ന സമയത്ത് ഒരു മാസത്തിൽ 7,000ഉം അതേപോലെ തന്നെ വർഷത്തിൽ PGക്ക് പഠിക്കുന്ന സമയത്ത് 28,000 ആനുവൽ ഗ്രാൻഡ് ആയിട്ടും ലഭിക്കും. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് നാഷണൽ ഇമ്പോർട്ടന്റ് ഉള്ള ലാബുകളിലേക്കും കയറാനുള്ള ID കാർഡ് വരെ KVPY ഫെലോഷിപ്പ് കിട്ടുന്ന കുട്ടിക്ക് കിട്ടും. അപ്പൊ ഈ ഒരു പരീക്ഷയും സയൻസ് വിഷയങ്ങളോടൊക്കെ അതിയായ താല്പര്യമുള്ള റിസർച്ച് തലത്തിലേക്കൊക്കെ ഉള്ള താല്പര്യങ്ങൾക്ക് ഉള്ള കുട്ടികൾക്ക് +1 നിന്ന് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ KVPY ഫെലോഷിപ്പ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഇന്ത്യയുടെ നേവി, എയർഫോഴ്സ്, ആർമി തുടങ്ങിയ ഓപ്ഷൻസിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ചില കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർമിയിലേക്കോ അല്ലെങ്കിൽ നേവിയിലേക്കോ എയർഫോഴ്സിലേക്കോ 15 വർഷത്തേക്ക് ജോലിയും കിട്ടും. അത് കഴിഞ്ഞാൽ പെൻഷനും ലഭിക്കും. നല്ലൊരു സ്കീമാണ്. ഇവരുടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, NDAയുടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് SSBയുടെ 5 ദിവസത്തെ ഇന്റർവ്യൂ ഉണ്ട്. അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ. ഇവിടെ ആർമിയിലേക്ക് പിന്നെ ഓപ്പൺ ടു ഓൾ സ്ട്രീമാണ്. സയൻസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഒക്കെ ആർമിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. പക്ഷേ നേവി, എയർഫോഴ്സിലേക്ക് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് പ്രവേശനമില്ല. സയൻസ് കഴിഞ്ഞവർക്ക് മാത്രമേ നേവിയിലേക്കും അതേപോലെ എയർഫോഴ്സിലേക്കും NDA വഴി അഡ്മിഷൻ ലഭിക്കുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് എയർഫോഴ്സിന്റെ ഫ്രീ പൈലറ്റ് ട്രെയിനിങ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇന്ന് ഈ കോഴ്സ് പഠിച്ചു തീരണമെങ്കിൽ അറൗണ്ട് 39 ലക്ഷം മുതൽ 42 ലക്ഷം രൂപ വരെ ചെലവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതേ കോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിൽ പഠിക്കാൻ 1 രൂപ പോലും ചെലവില്ലാതെ നമുക്ക് സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അതിന് മുമ്പായിട്ട് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. PABT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ്. നമുക്കറിയാം പൈലറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും അതേപോലെ തന്നെ എല്ലാ സ്കില്ലും നല്ല പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് കുട്ടി യോഗ്യത ഉണ്ടോ നോക്കുന്നതാണ് PABT.
അങ്ങനെ PEBT ടെസ്റ്റ് കഴിഞ്ഞ് NDA ടെസ്റ്റ് എഴുതി ഒരു കുട്ടിക്ക് എയർഫോഴ്സിലേക്ക് സെലക്ഷൻ, എയർഫോഴ്സിന്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൈലറ്റ് ആവാനുള്ള ഈ ഒരു കോഴ്സ് അവർ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളും. അതിനുശേഷം എയർഫോഴ്സിൽ തന്നെ വിമാനങ്ങൾ ഓടിക്കാനുള്ള ജോലി നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് അവിടെ ജോലി ചെയ്ത് അവിടെ പിന്നെ വേണമെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പിന്നീട് വല്ല പ്രൈവറ്റ് വിമാന കമ്പനികളിലൊക്കെ ജോലിക്ക് ചേരാവുന്നതാണ്. ഒരു 6 lakh ഒക്കെ ഇന്റർനാഷണൽ റൂട്ട് ഓടിപ്പിക്കുന്ന ഒരു പൈലറ്റിന് മാസം മന്ത്ലി സാലറി ഉണ്ട്, 6 ലക്ഷം രൂപ വരെ സാലറി ഉണ്ട്. കാരണം അത്ര നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോഴ്സാണ്, അത്ര നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ് ഈ പൈലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ ഈ ഓപ്ഷനും ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാനുള്ള ഒരു ഓപ്ഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി കുട്ടികൾക്ക് ഇവിടെ വന്നിട്ടിരിക്കുന്നത്. അതേപോലെ അടുത്തതായിട്ട് മാത്തമാറ്റിക്സിൽ നല്ലപോലെ താല്പര്യമുള്ള, മാത്സിൽ കൂടുതലായിട്ട് പഠിക്കുന്നവർക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മാത്സിന്റെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ BSc കോഴ്സുകളും PG കോഴ്സുകളും PhD കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. BSc കോഴ്സുകൾ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻ ഉണ്ട്, മാത്സ് ഫിസിക്സ് കോമ്പിനേഷൻ അവൈലബിൾ ആണ്. അതിന് വേറെ തന്നെ അവർ എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. മന്ത്ലി 5,000 ഒക്കെ സ്റ്റൈപ്പൻഡ് ആയിട്ടും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഓപ്ഷനാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IIT പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് HSC ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇവരുടെ ഹ്യൂമാനിറ്റീസ് വിങ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇന്റഗ്രേറ്റഡ് MA ഇൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇന്റഗ്രേറ്റഡ് MA ഇൻ ഇംഗ്ലീഷ് സ്റ്റഡീസ്. മൊത്തം 2 കോഴ്സിനും കൂടെ 52 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമാനിറ്റീസുകാർക്ക് മാത്രമുള്ള ഓപ്ഷൻ അല്ല, സയൻസ് എടുത്തവർക്കും കോമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ IIT മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ 2 കോഴ്സുകൾ. പൊതുവെ നമുക്കറിയാം IIT-കളിൽ പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് ആണ്, പക്ഷെ IIT മദ്രാസ് ഇങ്ങനെ ഒരു കോഴ്സും കൂടെ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. സിവിൽ സർവീസ് പോലെയുള്ള മേഖലകളിലേക്കൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ എൻട്രൻസ് പരീക്ഷ ഒന്ന് എഴുതി നോക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള കോഴ്സൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ഡെവലപ്മെന്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കുട്ടിക്ക് ലഭിക്കും. അത് പ്രകാരം സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളൊക്കെ ക്വാളിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ നല്ല ഇന്ത്യയിലെ തന്നെ ഉന്നതമായിട്ടുള്ള പദവികളിലൊക്കെ ഗവൺമെന്റിലൊക്കെ പദവികളിലൊക്കെ എത്താൻ ഉതകുന്ന ഒരു കോഴ്സ് കൂടെയാണ് ഈ HSC എൻട്രൻസ് പ്രകാരം IIT മദ്രാസ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ് IIM ഇൻഡോർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് അറിയാം ഈ രാജ്യത്തെ മാനേജ്മെന്റ് രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് IIM-കൾ. നമ്മുടെ കാലിക്കറ്റ് കുന്നമംഗലത്തുള്ള IIM-കൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ IIM-ൽ ഒറ്റ IIM-ലും +2-ന് ശേഷം നേരിട്ട് എൻട്രി ഇല്ല. പക്ഷെ ഇൻഡോർ IIM മാത്രം പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. +2-ന് ശേഷം നേരിട്ട് IIM ഇൻഡോറിലേക്കുള്ള ഒരു പ്രവേശനം, 5 year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. അതായത് 3 വർഷം ഡിഗ്രി പ്രോഗ്രാമും അവസാനത്തെ 2 വർഷം മാനേജ്മെന്റ് പ്രോഗ്രാം കൂടെ പഠിച്ച് MBA കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു ഓപ്ഷനാണ്. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പരീക്ഷയാണ്. അത് പരീക്ഷ വഴി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ IIM ഇൻഡോറിൽ നിന്ന് ഈ 5 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നതാണ്. നല്ല ലീഡർഷിപ്പ് സ്കില്ലും മാനേജീരിയൽ സ്കില്ലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് IIM ഇൻഡോറിലെ ഈ ഓപ്ഷൻ. ഇത് കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല, സയൻസ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ആപ്റ്റിറ്റ്യൂഡും നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് ഈ തരത്തിലുള്ള പരീക്ഷകളും ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് തന്നെ നമുക്ക് പ്രതിപാദിക്കാനുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ന് ഈ സിവിൽ സർവീസ് രംഗത്തേക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് IAS നേടാന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. അപ്പൊ ആ എക്സാമിന്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ UPSC ആണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, 2 പേപ്പറാണ്. അത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CSAT എന്നാണ് അതിന് പറയാറുള്ളത്. അതേപോലെ അതിന് ശേഷം ഒരു മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, അത് essay ടൈപ്പ് ആണ് എക്സാം. ഇന്റർവ്യൂ വഴിയാണ്, പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് സിവിൽ സർവീസ് IAS-ഉം അതേപോലെ തന്നെ IFS-ഉം IPS ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ചില ആളുകളൊക്കെ IAS നേടാറുണ്ട്. IAS എന്ന കടമ്പ അത്ര എളുപ്പമല്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് നല്ലൊരു പ്ലാനിങ്ങോട് കൂടെ ഈ ഒരു +1 +2 കാലഘട്ടം തന്നെ നമ്മൾ അതിന്റെ ഒരു പ്രാക്ടീസ് തുടങ്ങണം. അതായത് ഫുൾ ടൈം ഇരുന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുക അങ്ങനെയല്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു മാഗസിനൊക്കെ, ഇപ്പം സിവിൽ സർവീസ് നേടിയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ പറയുന്നത്. അങ്ങനെ ഒരു വായിക്കുന്ന ഒരു ഹാബിറ്റ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കടമ്പകളൊക്കെ നമുക്ക് കടക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ ഒരു ട്രെൻഡ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കണം, സിവിൽ സർവീസ് പോകണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നുള്ളൊരു ട്രെൻഡൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആയാലും മതി. പക്ഷെ പണ്ടത്തെ ഒരു ട്രെൻഡ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സിവിൽ സർവീസിലേക്കുള്ള ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്
ഒരു ഹ്യൂമാനിറ്റീസ് സോഷ്യൽ ഓറിയന്റഡ് ആയിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നത്. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിവിൽ സർവീസിന്റെ റിസൾട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും, സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികളിൽ ഈ സിവിൽ സർവീസ് നേടുന്നതിൽ 1/3 വിദ്യാർത്ഥികൾ ഇന്ന് ഒന്നെങ്കിൽ എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദധാരികളാണ്. അതായത് +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് MBBS-ഓ BTech-ഓ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള സിവിൽ സർവീസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത്. അതെന്താ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു ഹ്യൂമാനിറ്റി സോഷ്യൽ ഓറിയന്റഡ് മൈൻഡ് മാറിയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലേക്ക് ഇന്നത്തെ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാമുകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് ക്വാളിഫൈ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. നമുക്ക് ജസ്റ്റ് 2019 റിസൾട്ട് തന്നെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. 1ാം റാങ്ക് നേടിയിട്ടുള്ള കനിഷ്ക് കടാരിയ IIT ബോംബെയിൽ നിന്ന് BTech കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. അതേപോലെ 2ാം റാങ്ക് നേടിയിട്ടുള്ള അക്ഷാന്ത് ജെയിൻ IIT ഗുവാഹത്തിയിൽ നിന്ന് BTech കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിയാണ്. BTech അല്ലായിരുന്നു, BDS ആയിരുന്നു ഇവൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ BDS കോഴ്സാണ് IIT ഗുവാഹത്തിയിൽ നിന്ന് അക്ഷാന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ടോപ്പിൽ റിസൾട്ടിൽ എത്താനുള്ള കാരണം എന്താ വെച്ചാൽ സയൻസ് കഴിയുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളൊക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടാണ് ഈ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻസ്. അതായത് സയൻസ് കഴിയുന്ന ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം +2 ശേഷം ഏത് മേഖലയിലേക്കും കുട്ടിക്ക് തിരിയാവുന്നതാണ്. ഇപ്പൊ സയൻസ് കഴിഞ്ഞതിന് ശേഷം തോന്നുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം തോന്നുന്നതാണ്, ഒരു കുഴപ്പമില്ല. CA-യുടെ CPT, അതേപോലെ CPT, അതേപോലെ ഇന്റർ എഴുതി പാസ്സായി ഫൈനൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാവുന്നതാണ്. അതേസമയം കോമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് ഡോക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ. ബയോളജി പഠിച്ചിരിക്കണം, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിരിക്കണം. ഓൻ 2ാമത് +2 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇനി സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി വിചാരിക്കുകയാണ് പിന്നെ ആർട്സ്, ഹ്യൂമാനിറ്റീസിൽ ഏതെങ്കിലും BA ഹിസ്റ്ററിക്ക് ചേരണം, നോ ഇഷ്യൂസ് ചേരാം. പക്ഷെ വെയിറ്റേജ് ഉണ്ടാവില്ല എന്നുള്ളൂ, സബ്ജക്ട് വെയിറ്റേജ് കിട്ടില്ല എന്നുള്ളൂ. നല്ല സ്കോർ ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അതേസമയം ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി വിചാരിക്കുകയാണ് എനിക്ക് എഞ്ചിനീയർ ആണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ. 2ാമത് +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഉള്ള വേറൊരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. അതായത് സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. ചില കുട്ടികൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോഴൊക്കെയാണ് കരിയർ ഒന്ന് മാറ്റിയാലോ, എനിക്കിത് ശരിയാവില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരിക. അത് ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തലത്തിലൊക്കെ ഒരുപാട് മത്സര പരീക്ഷകൾ നടക്കുന്നുണ്ട്. കേരള PSC, SSC, റെയിൽവേ പോലെയുള്ള ബാങ്കിങ് പോലെയുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ റിസൾട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും സയൻസ് കഴിയുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ടോപ്പിലെത്തിയത് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം വേറൊന്നുമില്ല, സയൻസ് വിഷയങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ആപ്റ്റിറ്റ്യൂഡ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യും. ആ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ആ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളൊക്കെ വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഏത് മത്സര പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഒരു 25 ക്വസ്റ്റ്യൻസ് മാത്സിന്റെ പാർട്ടിൽ നിന്നുണ്ടാവും. ഹ്യൂമാനിറ്റീസ് എടുത്ത് മാത്സ് ഒക്കെ പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളൊക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും സയൻസ് എടുക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഓള് ഹ്യൂമാനിറ്റീസിനാ പോകണം, എന്നോണ്ടാവില്ല കുറെ പഠിക്കാൻ, ഞാൻ ഹ്യൂമാനിറ്റീസിന് പോട്ടെ, അങ്ങനെ ആവരുത്. നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു കരിയർ പ്ലാനുമായിട്ട് വേണം ഇതിനെ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ ഓപ്ഷൻസിനനുസരിച്ച് നല്ല ഒരു കോഴ്സ് എല്ലാവരും തന്നെ സെലക്ട് ചെയ്യുക. ഞാൻ എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പരമാവധി എല്ലാ ഓപ്ഷൻസും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10th ശേഷം മറ്റ് ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്ന ചില കോഴ്സുകളുണ്ട്. അത്തരത്തിലുള്ള ഓപ്ഷൻസ് മാത്രമേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഏത് ഓപ്ഷൻ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിന്റെ സ്കോപ്പ് മാത്രം നോക്കി പോകണ്ട, നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അറൈസ്, അവൈക്ക്, നോട്ട് ടു സ്റ്റോപ്പ് അണ്ടിൽ യു റീച്ച് ദ ഗോൾ. നമ്മൾ ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നോട്ട് ടു സ്റ്റോപ്പ് അണ്ടിൽ യു റീച്ച് ദ ഗോൾ, ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അറൈസ്, അവൈക്ക്, നോട്ട് ടു സ്റ്റോപ്പ് അണ്ടിൽ യു റീച്ച് ദ ഗോൾ. അറൈസും അവൈക്ക്നെസ്സും മാത്രം പോരാ, നോട്ട് ടു സ്റ്റോപ്പ് അണ്ടിൽ യു റീച്ച് ദ ഗോൾ. അങ്ങനെ ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻസുകളൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകളോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു.